വെള്ളിമൂങ്ങ എന്ന മലയാള സിനിമ കണ്ട ആളുകൾ ഇപ്പോൾ UDFന്റെ വാഗ്ദാനങ്ങൾ കണ്ടിട്ട് ആകെ തകർന്നിരിക്കുകയാണ്. കാരണം വെള്ളിമൂങ്ങയിൽ ബിജു മേനോൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അതേ മാതൃകയിലാണ് UDFന്റെ പല പ്രഖ്യാപനങ്ങളും വരുന്നത്. എല്ലാം വാഗ്ദാനങ്ങൾ മാത്രം, ഒന്നും നടപ്പിലാകുന്ന പതിവില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ ഭരണകാലത്ത്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കുറെ അധികം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. UDFന്റെ മാനിഫെസ്റ്റോയിൽ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ അവതരിപ്പിച്ച കുറെ കാര്യങ്ങൾ, അതിൽ ഏതൊക്കെ പദ്ധതികൾ ആണ് നടപ്പിലാക്കിയതെന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. ഇതൊക്കെ, ഈ വാഗ്ദാനങ്ങളൊക്കെ വെറും എന്താണ്, ഈ അപ്പൂപ്പൻ താടി പോലെ കാറ്റത്ത് പറത്തിവിടുന്ന സംഭവങ്ങളാണെന്ന് നമുക്ക് വ്യക്തമാകും. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇലക്ഷൻ കാലത്ത് പല പ്രഖ്യാപനങ്ങളും വരും. ഇടതുമുന്നണി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് വികസന അജണ്ട തന്നെയാണ്. വികസനം, നാട്ടിലുണ്ടായ വികസനം, ജനങ്ങൾക്കുണ്ടായ ക്ഷേമ പ്രവർത്തനങ്ങൾ, സ്കൂളുകൾ, അതുപോലെ കലാശാലകൾ, അതുപോലെ ആതുരാലയങ്ങൾ, ആ മേഖലകളിലുണ്ടായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റോഡ്, അതുപോലെ ജലപാത, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എടുത്തു നോക്കുകയാണെങ്കിൽ അഭൂതപൂർണമായ വളർച്ചയാണ് കേരളം കഴിഞ്ഞ ഒരു ദശാബ്ദം കൊണ്ട്, അതായത് ഒരു 10 വർഷം കൊണ്ട് നടപ്പിലായ, അല്ലെങ്കിൽ കേരളം ആർജിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് ഉൾപ്പെടെ, ആലപ്പുഴയിൽ ഉയർന്ന പുതിയ പാലം ഉൾപ്പെടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രത്യക്ഷത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. അതേ അവസരം ഉമ്മൻചാണ്ടി സർക്കാർ, ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ കുറ്റപ്പെടുത്തുക എന്നത് എൻ്റെ അജണ്ടയല്ല. എങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവർ പ്രഖ്യാപിച്ച നയങ്ങളിൽ എന്തൊക്കെയാണ് വെള്ളം ചേർത്തത്, എന്തൊക്കെയാണ് നടപ്പിലാക്കിയത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അറിവ് നമ്മൾ ഇക്കുറി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളത് ചിന്തിക്കുകയും വേണം. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായ ഒരു വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ പോകാൻ. ഇവർ ഈ പറയുന്നത് പോലെ ഇടത് സർക്കാരിൽ എന്ത് അഴിമതിയാണ് ഉണ്ടായത്, ഏതെങ്കിലും ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാനോ ഇവർക്ക് അതിനകത്ത് സ്റ്റാൻഡ് ചെയ്യാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നിരവധി ആരോപണങ്ങൾ ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണ കൊള്ളയുണ്ടല്ലോ, അതായത് കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലുമുള്ള സ്വർണം പൂശിയ അഴിമതി. അതിനകത്ത് നിയമസഭയിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ പുറത്തു വന്ന് ഘോരഘോരം പ്രസംഗിച്ചതല്ലാതെ യാതൊരു കാര്യവും UDF ചെയ്തിട്ടില്ല എന്ന പരമാർത്ഥം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ PRD നൽകിയ പരസ്യത്തിന്റെ കാര്യത്തിൽ വിവാദമൊക്കെ ഉണ്ടായി. ദേശാഭിമാനി വായനക്കാരെ പത്രം കബളിപ്പിച്ചു, അല്ലെങ്കിൽ പത്രത്തിൽ വന്ന വാർത്ത കണ്ട് ജനങ്ങൾ ഞെട്ടി എന്നൊക്കെ പറയുന്നത് വാസ്തവം തന്നെയാണ്. എങ്കിലും അതൊരു പരസ്യമായി എടുക്കുകയാണെങ്കിൽ വലിയ നിർണായകമായ സ്വാധീനം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിന് ആ പരസ്യത്തിലൂടെ PRDക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. ഇനി BPLകാർക്ക് 1 രൂപയ്ക്ക് റേഷൻ അരി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എത്ര കാലം കൊടുത്തു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അരി ലഭിച്ചിട്ടുണ്ടോ UDF ഭരണകാലത്ത്? ക്ഷേമ പെൻഷൻ ഇപ്പോൾ 3000 ആക്കുമെന്ന് പറയുന്നു. ക്ഷേമ പെൻഷൻ എത്രയായിരുന്നു? വെറും 600 രൂപയായിരുന്നു. അവിടെ നിന്ന് ഇത്ര 2000-ഓളം രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിൽ. അതുപോലെ തൊഴിൽ രഹിതരായ വനിതകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന അവസ്ഥ. ഇനി ആശാസമരത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇടതുമുന്നണിയെ നിങ്ങൾ വെല്ലുവിളിക്കുന്നതാണെങ്കിൽ, ആശാസമരത്തിൽ എന്താണ് സംഭവിച്ചത്? SUCയെ നേതൃത്വം കൊടുത്ത ആശാ വർക്കർമാരുടെ സംഘടന അവിടെ സമരം ചെയ്തു. അവരോട് സർക്കാർ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് 3000 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെയാണ് അവർ സമരം തുടർന്നത്. അവരുടെ രാഷ്ട്രീയ അജണ്ട മറ്റൊന്നായിരുന്നു. അതിനുശേഷം 1000 രൂപ അവർക്ക് കൂട്ടിക്കൊടുത്തു. അതിനുശേഷം ബജറ്റിൽ 1000 രൂപ കൂട്ടി, ചുരുക്കം 2000 രൂപ കൂടുതൽ ഇപ്പോൾ ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് ചുരുക്കം. ഇങ്ങനെ ഓരോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും അത് ചെയ്തു കാണിക്കുകയും ചെയ്ത മുന്നണിയാണ് ഇടതു മുന്നണി, അതായത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടത് സർക്കാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അതുകൊണ്ടാണ് വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഓരോ MLAമാരും ഓരോ മന്ത്രിമാരും വീണ്ടും ജനവിധി തേടുന്നത്, ജനങ്ങളുടെ അടുത്തെത്തുന്നത്. പണ്ടൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പോലെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് കാണുകയില്ലല്ലോ എന്ന അവസ്ഥയൊക്കെ മാറി. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ MLA ഉണ്ടാകും, മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ MLA നോക്കുന്ന സ്ഥിതി ഉണ്ടായി. എനിക്ക് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വലതു മുന്നണിയുടെ ഭരണ പരാജയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാം. ഇരവിപുരത്തെ MLA M നൗഷാദ്, ഇരവിപുരം മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായി കൺമുന്നിലുണ്ട്. അതുപോലെ സ്കൂളുകൾ, കോടിക്കണക്കിന് രൂപയാണ് സ്കൂളുകളിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ആരോഗ്യ മേഖലയിൽ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഇങ്ങനെ സമഗ്രമായ നാടിന്റെ സമഗ്രമായ വികസനത്തിനൊപ്പം തന്നെ ആരും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാതിരിക്കാൻ അവരെ കൂടി ചേർത്ത് നിർത്തുന്ന പുതിയ പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പദ്ധതികൾ, സംരംഭകർക്കുള്ള അവസരങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഇപ്പോൾ KCBC ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ മദ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷെ ആ വിമർശനത്തിന്റെ കാതൽ മനസ്സിലാക്കുക.
മദ്യവർജനം എന്ന് പറയുന്ന തത്വത്തിൽ നിന്ന്, നിലപാടിൽ നിന്ന് ഇടതുമുന്നണി പിന്നോട്ട് പോയിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ടൂറിസം വികസനത്തിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വരുമാന വർധനവിനും മദ്യവിൽപ്പന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ സർക്കാരിന്റെ വരുമാന സ്രോതസ്സിനെ അടച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേന്ദ്രം ഇത്തരത്തിലൊരു ഞെരുക്കമൊക്കെ തീർക്കുമ്പോൾ, കേന്ദ്രം ആവശ്യത്തിന് ഫണ്ട് നൽകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്രം ആവശ്യത്തിന് സംസ്ഥാന സർക്കാരിനെ സഹായിക്കാതെ വരുമ്പോൾ, ഒരു സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള ബാധ്യത, അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഉറപ്പായും സർക്കാർ ആ വഴികൾ തേടുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഘടകമാണ്. 1 രൂപയുടെ റേഷനരിയുടെ കാര്യം പറഞ്ഞു. അതിന്റെ ആനുകൂല്യം അർഹതപ്പെട്ടവർക്ക് കിട്ടിയില്ലെന്ന് വ്യാപകമായ പരാതി ഉണ്ടായി. അതുപോലെ തന്നെ 36 ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു UDF. എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഉള്ള തൊഴിൽ കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിയായിരുന്നു. അതുപോലെ തന്നെ 3% പലിശയ്ക്ക് കാർഷിക വായ്പ, പച്ചക്കറി, കുരുമുളക് ബോർഡ് സ്ഥാപിക്കും. എവിടെയെങ്കിലും ഇത് നടന്നോ എന്ന് കൂടി ചിന്തിക്കുക. എവിടെയെങ്കിലും ഇത് നടപ്പിലായോ? അതുപോലെ തന്നെ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കുമെന്ന് ആയിരുന്നു വാഗ്ദാനം. എന്നിട്ട് എന്ത് ചെയ്തു? പകുതി വഴിയിൽ, അതായത് പദ്ധതി പൂർത്തിയാകാതെ 2016 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ട്രയൽ റൺ എന്ന പേരിൽ ഒരു കൊച്ചു ബോഗി ഓടിച്ച് കാണിച്ച സംഭവമൊക്കെ നമുക്കറിയാം. കണ്ണൂർ വിമാനത്താവളവും ഇതുപോലെ തന്നെ 40% പണി പൂർത്തിയാക്കിയിട്ട് 60% പെൻഡിങ്ങിൽ ഇട്ട ശേഷമായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം. അപ്പോൾ അന്ന് വ്യാപകമായ വിമർശനമുണ്ടായി. വെറും ശിലാസ്ഥാപനങ്ങളും വെറും തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങളുമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുന്നതെന്ന് അന്ന് വിമർശനമുണ്ടായിരുന്നു. ഞാൻ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എനിക്ക് ഇക്കാര്യങ്ങളിൽ നല്ല വ്യക്തമായ ഉറപ്പുണ്ട്, വ്യക്തമായ അറിവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അതായത് വെറുതെ പറയുകയല്ല, പറഞ്ഞത് ചെയ്ത് കാണിച്ച സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. വെറുതെ ഗീർവാണം മുഴക്കി എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തച്ചുടയ്ക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി എത്രയധികം സ്കൂളുകളെ, 40% സ്കൂളുകൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പൂട്ടാൻ പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അവിടെ നിന്നാണ് സർക്കാർ സ്കൂളുകൾ ഇത്രയധികം വികസനത്തിലേക്ക് മുന്നോട്ട് വന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഈ അവസരത്തിൽ. അത് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചില കാര്യങ്ങൾ താരതമ്യപ്പെടുത്തി സൂചിപ്പിച്ചത്.